നമസ്കാരം. മോദി പണി തുടങ്ങിയിട്ടുണ്ട് അഴിമതിക്കാരെ. അഴിമതിക്കാരൊക്കെ ആളെണ്ണി ഉത്തരം പറയേണ്ടി വരും. ജനങ്ങളെ പറ്റിച്ച് പുട്ടടിച്ചവർക്കൊക്കെ എട്ടിന്റെ പണിയാണ് കിട്ടാൻ പോകുന്നത്. ദില്ലിയിലെ ജനങ്ങൾക്ക് അഴിമതിരഹിത ദില്ലി അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ പാർട്ടിക്കാർ തോന്നിയതുപോലെ അധികാരത്തിൽ കയറിയിരുന്നു നടത്തിയ കൊള്ളയ്ക്കും ആക്രമണത്തിനും ജനങ്ങളുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരിയതിനുമൊക്കെ കണക്കു പറയേണ്ടി വരും. വിജയിച്ചതിന്റെ ആരവം ഒടുങ്ങും മുൻപ് തന്നെ നടത്തിയ കൊള്ളയുടെ രേഖകൾ അടിച്ചുമാറ്റി നശിപ്പിക്കുമെന്ന ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ഉണ്ടായി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിഞ്ഞു അദ്ദേഹം. ഇനി ആ ഏറി കൂടി കൊണ്ടിട്ട് മതി ഒഴിഞ്ഞു പോകൽ. മോദി സർക്കാർ വിജയിച്ചതോടെ അനുമതിയില്ലാതെ സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിന് പുറത്തേക്ക് ഫയലുകൾ, രേഖകൾ, ഇലക്ട്രോണിക് രേഖകൾ എന്നിവ കൊണ്ടുപോകുന്നത് ഡൽഹി സെക്രട്ടേറിയറ്റ് നിരോധിച്ചു. അന്യ വ്യക്തികൾക്ക് സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് പ്രവേശനം നിയന്ത്രിക്കുകയും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. നിങ്ങളൊക്കെ മനസ്സിൽ കാണുമ്പോൾ അത് മരത്തിൽ കാണുന്നവരാണ് ഇന്ത്യയുടെ സാരഥി. അങ്ങനെ പറ്റാവുന്ന തീവട്ടിക്കള്ള മുഴുവൻ നടത്തിയിട്ട് കയ്യും സോപ്പിട്ട് കഴുകി അങ്ങ് രക്ഷപ്പെട്ടു പോകാമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇനി കരിക്കൊളി നീക്കുന്നത് ഇന്ത്യയുടെ എക്കാലത്തെയും ശക്തനായ ഭരണാധികാരി മോദിയാണ്. ഒരു ദശാബ്ദകാലത്തെ ഭരണത്തിനു ശേഷം ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിർണായക വിജയം നേടിയ സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. രേഖകളും ഫയലുകളും സംരക്ഷിക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് ശനിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ പൊതുഭരണ വകുപ്പും പറഞ്ഞു. സുരക്ഷാ ആശങ്കകളും രേഖകളുടെ സുരക്ഷയും കണക്കിലെടുത്ത് GADയുടെ അനുമതിയില്ലാതെ ഡൽഹി സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിന് പുറത്തേക്ക് ഒരു ഫയലുകളോ രേഖകളോ കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളോ കൊണ്ടുപോകാൻ പാടില്ല എന്നും അതിനാൽ ഡൽഹി സെക്രട്ടേറിയറ്റിൽ സ്ഥിതി ചെയ്യുന്ന വകുപ്പുകൾ, ഓഫീസുകൾക്ക് കീഴിലുള്ള ബന്ധപ്പെട്ട ബ്രാഞ്ച് ഇൻചാർജുകളോട് അവരുടെ സെക്ഷൻ അല്ലെങ്കിൽ ബ്രാഞ്ചുകൾക്ക് കീഴിലുള്ള രേഖകൾ, ഫയലുകൾ, ഇലക്ട്രോണിക് ഫയലുകൾ തുടങ്ങിയവയുടെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സെക്രട്ടേറിയറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാരുടെ ക്യാമ്പ് ഓഫീസുകൾക്കും മാത്രമല്ല 2 ഓഫീസുകളുടെയും ചുമതലയുള്ളവർക്കും ഉത്തരവ് ബാധകമാണ്. ഡൽഹി പൊതുഭരണ വകുപ്പിന്റേതാണ് ഉത്തരവ്. മറ്റൊരു ഉത്തരവിൽ സ്വകാര്യ വ്യക്തികളെ അവരുടെ ഐഡന്റിറ്റിയും സന്ദർശനത്തിന്റെ ഉദ്ദേശവും കൃത്യമായി പരിശോധിച്ചതിനു ശേഷം മാത്രമേ സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിലേക്ക് പ്രവേശിപ്പിക്കാവൂ എന്നും വകുപ്പ് വ്യക്തമാക്കി. ഡൽഹി സെക്രട്ടേറിയറ്റിന്റെ എല്ലാ നിലകളിലും നിരീക്ഷണം ശക്തമാക്കാൻ സ്വകാര്യ സുരക്ഷാ ഗാർഡുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ എല്ലാ നിലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഉചിതമായ അധികാരിയുടെ അനുമതിയില്ലാതെ ഡൽഹി സെക്രട്ടേറിയറ്റ് സമുച്ചയത്തിൽ അനധികൃത വ്യക്തികളെ പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ എങ്ങനെയാ? കരുതിയിരുന്നോ? പണി വരുന്നുണ്ട്.